നമസ്തേ. ഗുരുഹിതത്തിലേക്കും ഗുരുഹിതം അവതരിപ്പിക്കുന്ന ജ്ഞാനാനന്ദത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കും എല്ലാ പ്രിയമുള്ള പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. ശാന്തി, സമാധാനം, സന്തോഷം, ഇതൊക്കെയും നമ്മളുടെ ആഗ്രഹമാണ്, ആവശ്യവുമാണ്. മലയാളികൾ കോടാനുകോടിയുണ്ട് ഈ ലോകത്ത്. ഇതിൽ എത്ര മലയാളികൾ യഥാർത്ഥമായ ശാന്തിയും മനസ്സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കുന്നുണ്ട്? ഒരുപക്ഷെ നമ്മുടെ വിരലിൽ നമുക്ക് എണ്ണിയെടുക്കാവുന്ന എണ്ണം മാത്രമായിരിക്കും അതുണ്ടാവുക. മദ്യവും മയക്കുമരുന്നും ദുർമരണങ്ങളും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കേരളം അശാന്തിയുടെ തീരമെന്ന കണക്കെ നമ്മെ വല്ലാതെ നോവിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോഴാണ് വൃശ്ചികം 1 മുതൽ 11 വരെ ചെട്ടികുളങ്ങര സേവാശ്രമത്തിൽ നടന്നു വന്ന ബ്രഹ്മമഹായജ്ഞത്തിന്റെ 8ാമത് ദിവസം ആശ്രമാചാര്യനും ആത്മമോചന കർമ്മം എന്ന ഭൂമിയിൽ നിർവഹിക്കുന്ന ഏക കർമ്മയോഗിയുമായ സ്വാമി ഗുരു ജ്ഞാനാനന്ദജി ലഹരിക്ക് അടിമപ്പെട്ടു പോയ ആത്മസഹോദരങ്ങളെ സമുദ്ധരിക്കുന്നതിനായി ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഓഫർ മുന്നോട്ട് വെച്ചത്. അതെന്തെന്നറിയണ്ടേ? ലെറ്റ് us rush and watch the video. ശാന്തി വരുത്തണം നാരായണ ലോക, ശാന്തി വരുത്തണം നാരായണ, ശാന്തി വരുത്തണം നാരായണ, ആത്മശാന്തി വരുത്തണം നാരായണ, ശാന്തി സ്വരൂപനാം നാരായണ, പ്രത്യക്ഷമായിട്ട് വാഴണമേ. നിന്റെ വരാവിനെ ആരറിഞ്ഞു, നീ ചെയ്യും കർമ്മങ്ങൾ ആരറിഞ്ഞു. നാരായണ എൻ്റെ നാരായണ, പ്രത്യക്ഷമായിട്ട് വാഴണമേ. ഇവിടെ ഈ മഹാസമാധിക്ക് ശേഷം ധർമാനന്ദ ഗുരു നാരായണ ഗുരുവിനെ പ്രത്യക്ഷമാക്കി കൊണ്ടുവന്നു. ആ നാരായണ ഗുരുവിൻ്റെ പ്രചോദനത്തിൽ നിന്നും ധർമാനന്ദ ഗുരു ഭൂമിയിൽ നടപ്പാക്കിയതാണ് പ്രാർത്ഥന. അത് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, മറ്റൊരു ചടങ്ങുമില്ല. ഗുരുദേവനും പ്രാർത്ഥനയാണ് ലോകത്ത് സ്ഥാപിച്ചത്. ശ്രീ അയ്യപ്പനും പ്രാർത്ഥന, യേശുവും മുഹമ്മദ് നബിയും എല്ലാവരും പ്രാർത്ഥനയാണ് ലോകത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ആ പ്രാർത്ഥനയാണ് ഇവിടെ നടക്കുന്നത്. ആ പ്രാർത്ഥന യജ്ഞത്തിന് ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നു. അതിൽ സഹകരിക്കുന്നവരെല്ലാം ഗുരുവിൻ്റെ പഞ്ചധർമ്മങ്ങൾ യഥാവിധം ആചരിക്കുന്നവരും അനുഷ്ഠിക്കുന്നവരുമാണ്. പഞ്ചധർമ്മം എന്ന് പറഞ്ഞാൽ മദ്യവർജനം, അവ്യഭിചാരം, അഹിംസ, സത്യം, ആസ്തേയം, ഇങ്ങനെ 5 കാര്യങ്ങളാണ്. അത് 10 കൽപ്പനകളാണ്. അത് മദ്യപാനം പാടില്ല, ഹിംസ പാടില്ല, വ്യഭിചാരം പാടില്ല. പിന്നെ എല്ലാവരുടെയും നാവിലും ജീവനിലും തുടിക്കുന്നതും സ്പന്ദിക്കുന്നതുമെല്ലാം സത്യമാകയാൽ എല്ലാവരും സത്യമേ പറയാവൂ, സത്യമേ ചിന്തിക്കാവൂ, സത്യമേ ചെയ്യാവൂ. കളവ് പാടില്ല, കളവ് പറയാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. നാം എന്താണെന്ന് നാം ഗുരുദേവൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ എവിടെയും ഈ വാചകം പഠിക്കുന്നവർക്കൊന്നും അങ്ങോട്ട് നീങ്ങാൻ കഴിയത്തില്ല. വാചകകസരത്തിലും പ്രസംഗത്തിലും എഴുത്തിലുമൊന്നുമല്ല കാര്യം, പ്രവൃത്തിയിലാണ് കാര്യം. ഗുരുദേവൻ്റെ ഓരോ പഞ്ചപാപങ്ങൾ, ഇങ്ങനെ 5 പാപങ്ങൾ വർജിക്കുക. അതിൽ പ്രധാനപ്പെട്ടത് എന്താ? സത്യം. ബഹുദൈവങ്ങളെ ആരാധിക്കരുത്. നമ്മുടെ ആത്മാവിന് ദോഷം സംഭവിക്കുന്ന യാതൊരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല. ആത്മാവിൽ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ചെയ്യേണ്ട ക്രിയകളെല്ലാം ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ക്രിയകൾ ചെയ്യണം. പിന്നെ ഗുരുദേവൻ തന്നെ പറയുന്നുണ്ട്, ഈ വർഷം തോറും ദിവസവും എനിക്ക് ഈ പ്രേതങ്ങളെയൊന്നും പൂജിക്കാൻ സമയമില്ല. അതുകൊണ്ട് എല്ലാവരും വിദ്യയുള്ളവരായി തീരണം. എനിക്ക് വിദ്യയുണ്ട്, നിങ്ങൾക്കും വിദ്യ വേണം. ആ വിദ്യ അഭ്യസിക്കുകയാണ് ഗുരുദേവൻ വിദ്യാലയങ്ങൾ, സംസ്കൃത വിദ്യാലയങ്ങൾ ശിവഗിരിയിലും അരുവിപ്പുറത്തും ആലുവായിലുമൊക്കെ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചത് ഈ ഗുരുകുല വിദ്യ പഠിക്കാനാണ്. ഇത് പഠിക്കണം. അത് പഠിപ്പിച്ചിട്ട് പാപനാശിനികൾ കൊണ്ടാണോ സന്യാസിയെ ശുദ്ധീകരിച്ചെടുക്കുന്നത്? പാപം അവിടെ നാശമല്ല ഉണ്ടാകുന്നത്, പാപമാണ് ഉണ്ടാകുന്നത്. അസ്ഥി എടുക്കുന്നിടം ശുദ്ധമാണോ? അസ്ഥി നിവേദനം ചെയ്യുന്നിടം ശുദ്ധമാണോ? ശുദ്ധിയും അശുദ്ധിയും, സത്യവും അസത്യവും, ധർമ്മവും അധർമ്മവും എല്ലാം നമ്മൾ തിരിച്ചറിയണം. പിന്നെ ഗ്രഹശുദ്ധി പ്രത്യേകം പറയുന്നുണ്ട്. ശരീരശുദ്ധി,
ഇന്ദ്രിയശുദ്ധി, വാക്കുശുദ്ധി, കർമ്മശുദ്ധി, അതിൽ ഗ്രഹശുദ്ധി, ഇതൊക്കെ വേണം. ഇല്ലെങ്കിൽ സ്ത്രീകൾ ആർത്തവകാലത്ത് 8 കുളിച്ചു കഴിഞ്ഞ് ആരാധനാലയങ്ങളിൽ പോകാൻ ഏത് ജാതി മതത്തിൽപ്പെട്ടാലും 8 കുളിച്ചു കഴിഞ്ഞ് ആരാധനാലയങ്ങളിൽ പോകാവൂ, 4 കുളിച്ചു കഴിഞ്ഞ് വീട് തൊടാവൂ എന്ന് പറഞ്ഞാൽ ഭൂമുഖത്തും സ്വാതന്ത്ര്യമായി നടക്കാൻ പാടില്ല. അങ്ങനെ വ്യക്തികളും കുടുംബങ്ങളും രാജ്യവും നശിച്ചുകൊണ്ടിരിക്കുന്നു. സ്ത്രീകൾ പല പ്രകാരത്തിൽ വീണ് തുളഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ എടുത്തിയാടുകയാണ്. പത്തനംതിട്ടയുടെ കനിയാന്തൊരു പെൺകുട്ടി എടുത്തിയാടിച്ചെത്തു. അതിനൊക്കെ താൽക്കാലികമായ അല്ലെങ്കിൽ ഒരു താൽക്കാലികമായ നിമിത്ത കാരണം ഉടനെ ഉണ്ടാകുകയാണ്. എന്നാൽ ഉപാദന കാരണമുണ്ട്, അത് വേറെയാണ്. അത് അവരുടെ ആത്മാവിലിരിക്കുന്നു ആ ഉപാദന കാരണം. ആ കാരണം എന്താണ് പറഞ്ഞാൽ അതിലൊന്ന് പ്രധാനമായത് അവർക്ക് ശരീരശുദ്ധിയില്ല, ആത്മശുദ്ധിയില്ല, നിന്നെ രക്ഷിക്കുവാൻ ആരുമില്ല. നീ എടുത്തിയാടുന്നു, ആത്മഹത്യ ചെയ്യുന്നു, തൂങ്ങിച്ചാകുന്നു, വിഷം കുടിച്ചാകുന്നു, ടൂറിസ്റ്റിന് പോകുമ്പോൾ ചാകുന്നു. ഇങ്ങനെ നശിച്ചുകൊണ്ടേയിരിക്കുന്നു സമൂഹം. യുവാക്കൾ എന്തുമാത്രമാണ് ചത്തു പോകുന്നത്? കയ്യും കണക്കും വല്ലതുമുണ്ടോ? ഇത് കലികാലമാണ്. കാലം പുരോഗമനമെന്ന് വെറുതെ പറയുക. കലികാലം കൊണ്ട് മനുഷ്യനെല്ലാം കാലന് തുല്യനായിരിക്കുന്നു. എല്ലാവരെയും കൊല്ലുവാൻ അവനൊരു മടിയും ഇല്ലാതായിരിക്കുന്നു. രാഷ്ട്രീയമെന്നും സമുദായമെന്നും വർഗീയതയെന്നും ഒക്കെ പറഞ്ഞ് മനുഷ്യനെ കൊല്ലുന്നെങ്കിൽ നീ മൃഗമായിരിക്കുന്നു. നിന്റെ കർമ്മം കൊണ്ട് നീ മൃഗമായിരിക്കുന്നു. അതുകൊണ്ട് നീ ഒന്നിനെയും ഒരു ജീവിയെയും കൊല്ലരുത്. കുറേ ഉറുമ്പിനെയും കൊന്ന് പിടിച്ചൊരു കൂട്ടിലാക്കി ഒരു യുവാവ് മുഹമ്മദ് നബിയുടെ അടുത്ത് ചെന്നപ്പോൾ അവനെ വഴക്ക് പറഞ്ഞ് ചാടിക്കുകയായിരുന്നു അദ്ദേഹം. ആ മഹാമനുഷ്യയുടെ നാമത്തിൽ ഇന്ന് പള്ളികളിൽ എന്താണ് നടക്കുന്നത്? പള്ളികളിൽ മൃഗത്തെ ആടിഞ്ഞു വെട്ടുന്നില്ലേ? ഇതെല്ലാം അവിടുന്ന് തന്നെ, പ്രവാചകൻ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് മതങ്ങൾ അപ്രസക്തമാകുന്നതും എല്ലാ മതങ്ങളിൽ നിന്നും വിപ്ലവകാരികളും അധർമ്മികളും പൂത്ത് നക്ഷത്രം പോലെ മൺതടി പോലെ ഇറങ്ങി വരികയാണ്. എന്ത് ചെയ്യാൻ കഴിയും? മതമേ നീ നന്നായില്ല, നീ നന്നാകണം. നന്നാക്കുവാൻ വേണ്ടി നാരായണ ഗുരു അന്ത്യപ്രഭാഷകനായി കൽക്കി അവതാരമായി നിങ്ങളുടെ മുൻപിൽ അവതരിച്ചതാണ്. അതൊരു സത്യമാണ്. സത്യത്തിന് മാറ്റമില്ല. ജഡം പോയെങ്കിലും ജഡം എടുത്തു കളഞ്ഞതാണ്. താൻ സൂര്യനെ പോലെ ജ്വലിക്കുകയാണിന്നും. നിങ്ങൾ മദ്യം കുടിക്കുന്നല്ലോ. മദ്യം കുടിക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് കുടുംബത്തെ രക്ഷിക്കണം, നിങ്ങൾക്ക് രക്ഷ വേണം എന്നാഗ്രഹമുള്ള സഹോദരങ്ങൾ ഇവിടേക്ക് വരിക. ഒരു പണവും നിങ്ങൾക്ക് ചിലവാക്കണ്ട. ആഗ്രഹമുള്ളവരെ വരാവും. കുടി വേണമെന്നുള്ളവൻ വരണ്ട. എനിക്ക് രക്ഷപ്പെടണമെന്നും എൻ്റെ ഭാര്യയെയും മക്കളെയും മാതാപിതാക്കളെയും രക്ഷിക്കണമെന്നും സഹോദരങ്ങളെയും രക്ഷിക്കണമെന്നും താല്പര്യമുള്ള കുടിയന്മാരായ മുഴുവൻ സഹോദരങ്ങളെയും ഞാൻ ക്ഷണിക്കുന്നു. നാരായണ ഗുരു ആത്മമോചനം എന്നൊരു കർമ്മമായിട്ടാണ് ധർമാനന്ദ ഗുരുവിൽ കൂടി അത് ഈ ലോകത്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. ആ കർമ്മത്തിൽ കൂടി നിങ്ങളെയെല്ലാം രക്ഷിക്കുവാൻ കഴിയും. പക്ഷേ നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം വേണം. നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണം എന്ന ആഗ്രഹമുള്ള സകല കുടിയന്മാരെയും മദ്യപാനികളെയും മയക്കുമരുന്നുകാരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം.